ഹലോ ഗൈസ്, അർജുൻ റെഡ്ഡി എന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ റെഡ്ഡി രാജകുമാരെന്ന് എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ? വാ, നമുക്ക് പോയി നോക്കിയാലോ. രാവിലെ 5 മണിക്ക് തന്നെ എണീച്ച് കൊണ്ടാവിഡ് ഫോർട്ടിലെ സൺറൈസ് കാണണം എന്നായിരുന്നു പ്ലാൻ. എന്നാൽ ഇന്നലത്തെ ക്ഷീണം കാരണം എണീച്ചപ്പോഴത്തേക്ക് ഒരുപാട് വൈകിപ്പോയി. എന്നാലും രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. പാടത്തുകൂടിയും ചെറിയ ഗ്രാമങ്ങളിലൂടെയും കൂടിയാണ് നമ്മൾ കൊണ്ടാവിഡ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊണ്ടാവിഡ് ഫോർട്ടിൻ്റെ എൻട്രി. ഇവിടെ തുച്ഛമായൊരു തുക അടച്ചാൽ മാത്രമേ അകത്തോട്ട് കയറാൻ സാധിക്കൂ. ഈ കാണുന്ന പോലുള്ള വളഞ്ഞും പുളഞ്ഞുമുള്ള വഴികൾ കൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ ആ പടത്തിൽ കാണിച്ച ആ വഴികളിലൂടെയാണ്. പലയിടത്തും മല ഇടിഞ്ഞു വീണിട്ടുണ്ട്. റോഡ് അത്രയ്ക്ക് സ്മൂത്ത് അല്ല, പക്ഷേ ബൈക്കിൽ പോകാൻ നല്ല ത്രില്ലുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. 13ാം നൂറ്റാണ്ടിലെ കോസ്റ്റൽ ആന്ധ്രാപ്രദേശ്, അതായത് കഥക്കും ഒറീസയും ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്ന സ്ഥലം ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് റെഡ്ഡി രാജാക്കന്മാർ. മുകളിലെത്തുമ്പോഴത്തേക്കും നമ്മളെ സ്വീകരിക്കാൻ കുരങ്ങന്മാരുണ്ട്. അത് കഴിഞ്ഞ് അതിമനോഹരമായൊരു വ്യൂ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വഴികളാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഹെയർപിൻ വളവുകൾ. മുകളിലെത്തി ബൈക്ക് പാർക്ക് ചെയ്ത് ചുറ്റും നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. എവിടെ ഒരു ബോർഡ് പോലുമില്ല. ഫോർട്ടുണ്ടോ, ഫോർട്ട് എവിടെയാണെന്നോ അറിയാനൊരു സാധ്യതയുമില്ല. ആകെയുള്ള ബോർഡുകളിലാണെങ്കിൽ റെഡ്ഡി രാജാക്കന്മാരുടെ ചരിത്രവും പിന്നെ ഒരു പ്രതിമയും മാത്രമാണുള്ളത്. ഫോർട്ടെന്ന് തോന്നിക്കുന്ന ഒരു കൽമണ്ഡപത്തിനുള്ളിൽ ഞാൻ കയറി നോക്കി. ഇന്ത്യക്കാർക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണല്ലോ, ഏത് പുരാതന സ്ഥലങ്ങളിൽ ചെന്നാലും അവിടെ അവരുടെ പേരോ അല്ലെങ്കിൽ അവരുടെ പ്രണയിനിയുടെ പേരോ എഴുതി ആ സ്ഥലമങ്ങ് നശിപ്പിക്കുക എന്നുള്ളത്. അതിവിടെയും ഞാൻ കണ്ടു. തറയിലൊരു നക്ഷത്രം വരച്ചിട്ട് നിൽക്കുന്ന കണ്ടു. ഇനി കൂടുപാത്രമാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാനത് ക്രോസ് ചെയ്തു. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ കണ്ടു. എന്നാലും ഫോർട്ട് എവിടാന്നൊരു ബോർഡ് പോലും പിന്നീടും കണ്ടില്ല. അത് തിരഞ്ഞുള്ള നടത്തത്തിനിടയിൽ നമ്മൾ വേറൊരു ബോർഡ് കണ്ടു. ബോട്ടിംഗ് 50 രൂപ. ഈ മലയുടെ മുകളിൽ എവിടെയായിരിക്കും ബോട്ടിങ്ങിനുള്ള സാധ്യത എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. പിന്നീട് കണ്ട കാടുവഴികളിലൂടെയെല്ലാം നമ്മൾ ഫോർട്ട് കണ്ടുപിടിക്കാനായി നടന്നു. കുറച്ച് ദൂരേന്ന് വന്ന ഒരാളാണ് നമ്മളോട് പറഞ്ഞത്, ഇവിടെയുള്ള ഫോർട്ട് കുറേ ദൂരം നടക്കണം, ട്രെക്ക് ചെയ്യണം. അതാണെങ്കിൽ ഇപ്പോൾ രജിസ്ട്രേഷൻ വർക്ക് കാരണം അടച്ചിട്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നു റിലാക്സ് ചെയ്തു. നല്ല സ്ഥലമാണ് റിലാക്സ് ചെയ്യാൻ. അവിടെ അതാ 5-6 കുരങ്ങന്മാർ, 5ഒന്നുമല്ല ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ അഭ്യാസ പ്രകടനം കണ്ട് അവിടെ ഇരുന്നു. അങ്ങനെ മലയിറങ്ങി യാത്രകൾ തുടരുന്നു.